സിംഗ് സിംഗ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. 2023 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. ഈ സിനിമയിൽ അഭിനയിക്കുന്നത്, മെയിൻ ക്യാരക്ടറായി അഭിനയിക്കുന്നത് കോൾമാൻ ഡൊമിംഗോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോൾമാൻ ഡൊമിംഗോ ഞാൻ മുമ്പേ ഒരു സിനിമ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് സിനിമ. നെറ്റ്ഫ്ലിക്സിൻ്റെ വകയുള്ള സിനിമയാണ്. ബേയാർഡ് റസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, ഗേ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയൊക്കെ ഫ്രണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചാണ് ആ സിനിമ. അതിലെ കോൾമാൻ്റെ അഭിനയത്തിന് അക്കാഡമി അവാർഡ് നോമിനേഷനൊക്കെ കിട്ടിയതാണ്. അപ്പോൾ കോൾമാൻ്റെ ഒരു വളരെ ഹൈലി റേറ്റഡ് സിനിമയായിട്ടത് 2023 ഇറങ്ങിയെന്നുണ്ടെങ്കിലും 2024 ഇപ്പോൾ അടുത്താണ് ഇത് ഇവിടുത്തെ തിയേറ്ററിൽ ഇറങ്ങിയത്. ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞാൽ, സിംഗ് സിംഗ് എന്ന് പറയുന്നത് ഒരു കറക്ഷണൽ ഫെസിലിറ്റി, ഒരു ജയിലാണ് ന്യൂയോർക്കിൽ. അപ്പം അവിടെ ഒരു പ്രോഗ്രാമുണ്ട്, ഒരു RTA എന്ന് പറഞ്ഞിട്ട്, അതായത് റീഹാബിലിറ്റേഷൻ ത്രൂ ആർട്ട്, കല, നാടകം, പാട്ട്, ഡാൻസ്, ഇങ്ങനെ കാര്യങ്ങളിലൂടെ ആൾക്കാരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു റിയൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ്. അതിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോൾമാൻ്റെ ക്യാരക്ടർ കൂടാതെ വേറെ 2-3 ക്യാരക്ടർ ഒഴിച്ചിട്ട് ബാക്കി അതിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നെങ്കിൽ അവിടെയുള്ള ഇൻമേറ്റ്സ്, അല്ലെങ്കിൽ അവിടെ ഇൻമേറ്റ്സ് ആയിട്ട് അവിടുന്ന് പിന്നെ പുറത്ത് വരാൻ പറ്റിയിട്ടുള്ള ആൾക്കാരാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ഡോക്യു ഡ്രാമ സ്റ്റൈലിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് തന്നെ. ഈ സിംഗ് സിംഗ് എന്നുള്ള പേര് വരാൻ തന്നെ അത് വായിച്ചപ്പോൾ സ്റ്റിങ് സിംഗ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ട്രൈബിൻ്റെ പേരാണ്, ഈ നേറ്റീവ് ഇന്ത്യൻ ട്രൈബാണ്. ആ നേറ്റീവ് ഇന്ത്യൻ ട്രൈബിൻ്റെ അടുത്തു നിന്നാണ് ഈ സ്ഥലം വാങ്ങിയെന്നുള്ളതുകൊണ്ടാണ് ഇത് സിംഗ് സിംഗ് എന്നുള്ളൊരു പേര് ഇതിന് വരുന്നത്. അപ്പം അതിൽ ഈ കോൾമാൻ്റെ ക്യാരക്ടർ അവിടെ ഇന്നസെൻ്റ് ആയിട്ട് അവിടെ അടയ്ക്കപ്പെട്ടതാണ്. അവിടുന്ന് അയാൾ ക്ലെമൻസി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ഹീസ് ട്രൈങ് ടു ഡു വാട്ട് എവർ ഇസ് പോസിബിൾ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ തുടങ്ങുകയും, ആ ക്യാരക്ടർ ചിലപ്പോൾ ഫിക്ഷണൽ ക്യാരക്ടർ ആയിരിക്കും, പക്ഷെ അതിൽ അഭിനയിച്ചിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ അവിടെ ഈ പ്രോഗ്രാമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഏതാണ്ട് 250ഓളം ആളുകൾ, 250-260ഓളം ഇൻകാർസറേറ്റഡ് ആൾക്കാർ ഇന്ന് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പലരും ചിലപ്പം ചില ആൾക്കാരൊക്കെ അവരുടെ തടവ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. കൂടാതെ അവിടെ ഭയങ്കര വയലൻറ്റ് ക്രൈം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അനേകം ജീവപര്യന്തങ്ങൾ കിട്ടിയിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ജീവിതം വളരെ, അതിൽ ചില ആൾക്കാരുടെ ജീവിതം വളരെ വയലൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഇൻകാർസറേറ്റഡ് ജയിലിലേക്ക് വരുമ്പോൾ, ഒരു കറക്ഷണൽ ഫെസിലിറ്റി വരുമ്പോൾ, കറക്ഷൻ എന്നുള്ള സംഭവം ഉണ്ടെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ ബിറ്ററാവുന്നൊരു സിറ്റുവേഷനും കൂടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇങ്ങനത്തെ കലയും നാടകവും കവിതയും ഡാൻസും ഒക്കെ ആർട്ടിലൂടെ അവർക്ക് കൂടുതൽ ആ ബിറ്റർനെസ് ഒഴിവായി, ആ ദേഷ്യം ഒഴിവാക്കി അവർക്ക് വീണ്ടും ബന്ധങ്ങളും ജീവിതവും ഒരർത്ഥവും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. നിങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ട്, ചാൻസ് കിട്ടുകയാണെങ്കിൽ. ഇത് OTT വന്നിട്ടുണ്ടോ അറിഞ്ഞൂടാ, വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വല്ലപ്പോഴും സിംഗ് സിംഗ് എന്നുള്ളൊരു സിനിമ നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കൂ എന്നുള്ള എനിക്ക് തോന്നുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ സിനിമയായിട്ട് ഇനിയും വരാം. എന്നാ വരാം.